അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖത്തിനും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഉസ്താദ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠങ്ങൾ തുടർന്ന് പറയാനല്ല, അതായത് തുടർ പാഠത്തിനല്ല. ഇന്നൊരു പ്രത്യേക ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. പ്രത്യേക ക്ലാസ്സുമായിട്ടാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ നമ്മൾ തഫീമിൻ്റെ ഒന്നാമത്തെ ഭാഗം, ഇത് പരീക്ഷ വരാൻ പോകുന്ന ഹാഫ് ഇയർലി എക്സാം വരികയാണ്, സെക്കൻഡ് ടേം എന്ന് പറയാം. അപ്പോൾ നമുക്കിതുവരെ നമ്മൾ ഒന്നാമത്തെ ബുക്ക് മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. അതൊന്ന് ആവർത്തിക്കണം നമുക്ക്. എന്തേ? എല്ലാ പാഠങ്ങളും നമുക്കൊന്ന് നോക്കണം. എല്ലാ പാഠങ്ങളും, ഇതുവരെ എടുത്ത പാഠങ്ങൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബുക്ക് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഒന്ന്, പിന്നെ ഉസ്താദ് പറഞ്ഞു തരുന്ന ഭാഗങ്ങൾ അതേ രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തെ പാഠങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ. അദബുൻ ഇബർനൂമുൻ അങ്ങനെ പോകുന്നേ ഉള്ളൂ. നേരെ മറിച്ച് അവസാനത്തൊക്കെ എത്തുമ്പോഴേക്ക് വലിയ വലിയ വാക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ക്ലാസ് ഒന്ന് നോക്കാം. എന്തേ? റെഡി അല്ലേ? ഇൻഷാ അല്ലാഹ്. പാർട്ട് ഒരു 2-3 പാർട്ടാക്കിയിട്ടാണ് ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബുക്ക്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അദബുൻ ബുക്ക് എന്ന് പറയാം. തഫ്ഹീമു തിലാവയുടെ ഒന്നാം ഭാഗം ആ ബുക്കിൽ ആണ് നമ്മൾ ആവർത്തിക്കാൻ പോകുന്നത്. അതിലാകെ പാഠങ്ങൾ എത്ര എണ്ണാണുള്ളത്? എത്ര പാഠാണ് ആകെയുള്ളത്? എത്ര പാഠം അറിയോ? എത്ര പാഠാണ് ആകെ ഉള്ളത്? 22 പാഠങ്ങളാണ് ആ ബുക്കിൽ ആകെയുള്ളത്. ഇതിന് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത്, എൻ്റെ പൊന്നുമക്കൾ ചെയ്യേണ്ടത്, ഇതിൽ ഉസ്താദ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ മുതൽ എന്ത് ചെയ്യണം? ആവർത്തനം തുടങ്ങണം. ഒന്നാമത്തെ പാഠം അല്ലേ? ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ കണ്ടതെന്ത്, നമ്മൾ പഠിച്ചതെന്ത്, നമ്മൾ മനസ്സിലാക്കിയതെന്ത്, അതാണ് ഉസ്താദ് പറയാൻ പോകുന്നത്. പറയട്ടെ? റെഡി അല്ലേ നിങ്ങൾ? ഞാൻ നോക്കിക്കോളി. ഒന്നാമത്തെ പാഠം എന്നല്ല, അവിടെ നിന്നും കൊണ്ട് കുറച്ച് ഭാഗമുള്ള പാഠങ്ങൾ ഉസ്താദ് ഒറ്റതിൽ ഇങ്ങനെ പറഞ്ഞു പോകണം. നിങ്ങൾ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ശ്രദ്ധിച്ചോണ്ടി. ഇവിടെ ഇങ്ങനെ വരും, അതിനനുസരിച്ച് നോക്കിക്കോളി. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് നോക്കി. ആ കണ്ടു അദബുൻ കണ്ടു, ആ കണ്ടു അദബുൻ കണ്ടു, ഈ കണ്ടു ഇബറുൻ കണ്ടു, ഊ കണ്ടു ഉമ്മുൻ കണ്ടു, ആ ഇ ഉ ഉൻ അലിഫും കണ്ടു, മാ കണ്ടു മഹ്ദുൻ കണ്ടു, മാമീമു മുൻമീമും കണ്ടു, മാ കണ്ടു മഹ്ദുൻ കണ്ടു, മാമീമു മുൻമീമും കണ്ടു, ദാ കണ്ടു ദൽമുൻ കണ്ടു, ദാദീദൂദുൻ ദാലും കണ്ടു, ദാ കണ്ടു ദൽമുൻ കണ്ടു, ദാദീദൂദുൻ ദാലും കണ്ടു, ബാ കണ്ടു ബൈത്തുൻ കണ്ടു, ബാബീബൂബുൻ ബാഉം കണ്ടു, ബാ കണ്ടു ബൈത്തുൻ കണ്ടു, ബാബീബൂബുൻ ബാഉം കണ്ടു, ലാ കണ്ടു ലബിനുൻ കണ്ടു, ലാലീലൂലുൻ ലാമും കണ്ടു, ലാ കണ്ടു
ലബിനുൻ കണ്ടോ ലാലിലൂലുൻ ലാമും കണ്ടോ ലബിനുൻ കണ്ടോ ലിബ്നുൻ കണ്ടോ ലുബദുൻ കണ്ടോ ബദലുൻ കണ്ടോ ഹാ കണ്ടോ ഹജ്മുൻ കണ്ടോ ഹാഗി ഹൂൻ ഹാഉം കണ്ടോ ഹാ കണ്ടോ ഹജ്മുൻ കണ്ടോ ഹാഗി ഹൂൻ ഹാഉം കണ്ടോ ഹദ്മുൻ കണ്ടോ മഹദുൻ കണ്ടോ ബുൽഹുൻ എന്നും കൂടെ കണ്ടോ കാ കണ്ടോ കസുൻ കണ്ടോ കാക്കി കൂക്കുൻ കാഫും കണ്ടോ കാ കണ്ടോ കസുൻ കണ്ടോ കാക്കി കൂക്കുൻ കാഫും കണ്ടോ കബിദുൻ കണ്ടോ കിലമുൻ കണ്ടോ അഖലുൻ ദൽകുൻ കൂടെ കണ്ടോ അഖലുൻ ദൽകുൻ കൂടെ കണ്ടോ സാ കണ്ടോ സബബുൻ കണ്ടോ സാസി സൂസുൻ സീനും കണ്ടോ സാ കണ്ടോ സബബുൻ കണ്ടോ സാസി സൂസുൻ സീനും കണ്ടോ സമകും കണ്ടോ സിദലും കണ്ടോ സുദുസുൻ ഇസ്മുൻ വേറെ കണ്ടോ ദസമുൻ കണ്ടോ ബസ്മുൻ കണ്ടോ സബബുൻ കൂടെ ഇവയും കണ്ടോ സാഹ കണ്ടോ സബബുൻ കണ്ടോ സാസി സൂസുൻ സീനും കണ്ടോ ബാബുൻ കണ്ടോ കൂബുൻ കണ്ടോ ബാബുൻ മാലുൻ ദാലുൻ കണ്ടോ ബാബുൻ കണ്ടോ കൂബുൻ കണ്ടോ കൂബുൻ ദൂദുൻ ഹൂദും കണ്ടോ ബാബുൻ കണ്ടോ കൂബുൻ കണ്ടോ ബാബുൻ മാലുൻ ദാലും കണ്ടോ ബാബുൻ കണ്ടോ കൂബുൻ കണ്ടോ കൂബുൻ ദൂദുൻ ഹൂദും കണ്ടോ. ഷാറായില്ലേ? ഒരു ഭാഗം ഇങ്ങനെയാണ് നമ്മൾ കണ്ടത് അല്ലേ? ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കണ്ടു. ഇനി നമുക്കതിന് ശേഷം വേറെ പാർട്ട് 2 പാർട്ടല്ല, ഈ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് നീങ്ങും. പുസ്തകത്തിൻ്റെ 2ാം പാർട്ടല്ല, ഇത് 1ാമത്തെ ബുക്കത്തിൻ്റെ 2ാമത്തെ 3 ഭാഗമായിട്ടാണ് തിരിച്ചുള്ളത്. 2ാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. പോവില്ലേ? നിങ്ങൾ റെഡി അല്ലേ? അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇനി പറയാൻ പോകുന്നത്, ഇനി നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ പുസ്തകത്തിലൊന്ന് കണ്ണോടിച്ച് നോക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയാണ്? അദബുൻ പറഞ്ഞു, അതിൽ അലിഫ് എന്ന അക്ഷരം കണ്ടു. ഇബറുൻ കണ്ടു, അതിൽ അലിഫിന് കസറിട്ടാൽ എങ്ങനെയാണെന്ന് വായിച്ചു. ഈ ഉമ്മുൻ കണ്ടു, അലിഫിന് ലമ്മിട്ടാൽ ഉ എന്ന് വായിക്കും. അടുത്ത പാഠത്തിൽ മഹദുൻ കണ്ടു, മീമിനെ പറഞ്ഞു അല്ലേ? ഫത്ഹിട്ടാൽ മാ, കസറിട്ടാൽ മീ, ലമ്മിട്ടാൽ മൂ. പിന്നെ അടുത്ത പാഠത്തിൽ പറഞ്ഞു ദൽവുൻ അല്ലേ? ബക്കറ്റിന് എന്താ പറയാന്നുള്ളതാണ് ദൽവുൻ. ദാൽ, ദ, ദി, ദു അത് പറഞ്ഞു. വീട് ബൈത്തുൻ, ബാ പരിചയപ്പെട്ടു ആ പാഠത്തിലൂടെ. ബ, ബി, ബു, ബുൻ. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് അടുത്ത പാഠം ലബിനുൻ, ഇഷ്ടിക. അതിലൂടെ ലാമു പരിചയപ്പെട്ടു. ലാ, ലി, ലു പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ ജഗ് കണ്ടു, ഹജ്മുൻ. അതിലൂടെ നമ്മൾ ഹ, ഇ, ഹു പരിചയപ്പെട്ടു. ഹ എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ ഗ്ലാസ്
അതിൽ കൂടി കാഫ് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടു. കാഫ് രണ്ട് രൂപത്തിൽ എഴുതാമെന്നും നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് സബബ്, കയറിലൂടെ സബബ് പരിചയപ്പെട്ടു. സീൻ, സ എങ്ങനെയാണ്, സി എങ്ങനെയാണ്, സു എങ്ങനെയാണ് എന്നുള്ളത് പരിചയപ്പെട്ടു. പിന്നെ നമ്മൾ കണ്ടത് ഏതാണ്? നമ്മൾ കണ്ടത് ബാബാണ്. അവിടെ നമ്മൾ കണ്ടത് നീട്ടാനുള്ളതാണ്, രണ്ടക്ഷരങ്ങൾക്കിടയിൽ അല്ലേ. ഫത്തഹിനെ നീട്ടാൻ ബാ എന്ന് എഴുതി, അപ്പോൾ ഫത്തഹിനെ നീട്ടാൻ അലിഫ് ഉപയോഗിച്ചു. അപ്പോൾ ബ എന്നുള്ളത് ബാ എന്ന് വായിക്കും. അവിടെ ഫത്തഹിനെ നീട്ടാൻ ബ എന്നായിരുന്നു. അതിനൊരു അലിഫ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതിയപ്പോൾ ബാ എന്ന് പഠിച്ചു, ബാബുൻ എന്ന പാഠത്തിലൂടെ. അതുപോലെ തന്നെ കൂബുൻ, അവിടെ കൂ എന്നുള്ളതിന് ലമ്മാണ്, അതിനോട് ചേർത്ത് വാവ് ചേർന്നപ്പോൾ കൂ എന്ന് നീട്ടാൻ പഠിച്ചു. കൂബുൻ എന്ന പാഠത്തിലൂടെ നമ്മൾ കൂ എന്ന് നീട്ടാൻ പഠിച്ചു. ലമ്മിനെ നീട്ടാൻ വാവ് ചേർത്ത് കൊടുത്തു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. ഇനി അതിൻ്റെ സെക്കൻഡിലേക്ക് കടക്കുകയാണ്. ഇനി എല്ലാവരും നിങ്ങളൊക്കെ സെക്കൻഡിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകം ഒന്ന് മറിച്ച് വെക്കുക ഇൻഷാ അല്ലാഹ്. കാരണം ഇതിൽ വലിയ വാക്കുകൾ കുറേശ്ശെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന അടുത്ത പാഠം നബത്തുൻ എന്ന പാഠമാണ്. ചെടിക്ക് എന്ത് പറയും? നബത്തുൻ എന്ന് പറയും. ചെടിക്ക് എന്താ പറയുക? നബത്തുൻ. ഉസ്താദ് വായിച്ചു തരികയാണ്. ബോർഡിൽ നോക്കുക വരുന്ന ഇത് ആദ്യം. നബത്തുൻ എന്താണ് നബത്തുൻ? നബത്തുൻ എന്താ എഴുതുക? നബത്തുൻ. അതിൻ്റെ താഴെ ഇനി നിങ്ങൾ പുസ്തകത്തിലേക്ക് നോക്കുക. നബത്തുൻ എന്താ വായിക്കുക? നബത്തുൻ. അതിൽ വരുന്ന വാക്കുകളൊന്ന് എഴുതി പോകും ഉസ്താദ്. നോക്കുക. നബത്തുൻ, നിസ്കുൻ, നുസ്കുൻ, ബിൻതുൻ, ലിബ്നുൻ, അൻ, ഇൻ, ലൻ. ഇതിലൂടെ പരിചയപ്പെടുന്നത് നൂനാണ്. ന, നി, നു, നൂൻ. പിന്നെ ഇതിൽ രണ്ട് വാക്കുകൾ വരുന്നുണ്ട്. നബത നബതുൻ നാമ സഹലുൻ, നബത നബതുൻ നാമ സഹലുൻ. അതാണ് ആ പാഠത്തിൽ പറയുന്നത്. പിന്നെ അതിനെ തൊട്ടടുത്ത പാഠം നമ്മൾ പഠിച്ചത് പില്ലറാണ് അല്ലേ. നമ്മളെ വീടിൻ്റെ മുമ്പിലൊക്കെ കാണാം, പില്ലറ് കാണാം ഇല്ലേ, കാണില്ലേ? തൂണെന്നൊക്കെ പറയും, നമ്മുടെ ഭാഷയിൽ തൂണെന്ന് പറയും. അതാണ് ഇതല്ലേ. അതിനെന്താ പറയാന്നുള്ളതിൻ്റെ അടിയിൽ പേര് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്താ പറയാ? റുഖ്നുൻ. റുഖ്നുൻ. അതിലൂടെ നമ്മൾ പഠിച്ച അക്ഷരം റ, റ, റി, റു. ഫത്ഹിട്ടാൽ റ, കസ്റിട്ടാൽ റി, ലമ്മിട്ടാൽ റു. റ അക്ഷരമാണ് ഇതിൽ പരിചയപ്പെട്ടത്. അതിൽ വേറെ വാക്കുകളുണ്ട്. റമദുൻ, റിദ്ഉൻ, റുസൂലുൻ, മർമറുൻ. അതിലൊരു വാക്കുണ്ട് അല്ലേ, ഒരു വാക്കില്ലേ, വലിയ വാക്ക്. അതെന്താണ്? റുക്നുലബിനിൻ. റുക്നുലബിനിൻ. ഇതാണ് ആ പാഠത്തിൽ പറയുന്നത്. അടുത്ത പാഠം റോസാപ്പൂവിൻ്റെ പാഠമാണ്. റോസാപ്പൂവും അതിനെന്താ പറയാന്നുള്ളത് ഒരുമിച്ച് വരുന്നു. എന്താ വായിക്കുക? വർദ്ദുൻ. വർദ്ദുൻ. എന്തൊക്കെ വായിക്കുക? പിന്നെ വരുന്ന വാക്കുകൾ വർദ്ദുൻ, വിർദുൻ, വുൽദുൻ, ദൗറുൻ. ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഏതക്ഷരാണ്? വാവ്. ഫത്തഹിട്ടാൽ വാ, കസ്റിട്ടാൽ വി, ലമ്മിട്ടാൽ വു. പിന്നെ ഇതിലൊരു വാക്കുണ്ട്, കുറച്ച് വലിപ്പുള്ള വാക്ക്. വർദ്ദുൻ ബാരിദുൻ. വർദ്ദുൻ ബാരിദുൻ. മനസ്സിലായല്ലോ? വർദ്ദുൻ ബാരിദുൻ. ഇനി അടുത്ത പാഠം. ഈത്തപ്പഴം കഴിക്കാറുണ്ട് അല്ലേ? ഇതാ വരുന്നു. എന്താ വായിക്കുക? തമ്രുൻ. ഈത്തപ്പഴം അതിനടിയിൽ എഴുത്തും തമ്രുൻ. ഇതിലൂടെ നമ്മൾ ശരിക്കും പഠിക്കുന്ന അക്ഷരം ത ആണ്. ത. ബാ എന്ന് പറയുന്നത് താഴെ ഒരു പുള്ളി ഇടുമ്പോഴാണ്. ത മീതെ രണ്ട് പുള്ളി വരുമ്പോൾ ത. ഫതഹിട്ടാൽ ത, കസ്റിട്ടാൽ തി, ലമ്മിട്ടാൽ തു. തമ്രുൻ. എന്താ വായിക്കുക? തം. ഇനി എന്താ വായിക്കുന്നത്? തിൽവുൻ, തുറാബുൻ, സിത്റുൻ, ബിൻതുൻ. ഇതിലുണ്ട് രണ്ട് വാക്കുകൾ, വലിയ വാക്കുകൾ. ഏതൊക്കെയാണ്? കൂബു തുറാബിൻ, ബൈതു ബിൻതിൻ. കൂബു തുറാബിൻ, ബൈതു ബിൻതിൻ. ഷറയിലെ. ഇനി അടുത്ത പാഠം മലയുടെ പാഠമാണ്. മല, ജബല് പഠിച്ചില്ല വരുന്നു. രണ്ടും കൂടെ ഒരുമിച്ച് ജബലുൻ. എന്താ വായിക്കുക? ജബലുൻ. ഇതിലൂടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്ന, ഫോക്കസ് ചെയ്യുന്ന അക്ഷരം ഏതാണ്? ജീം. 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 പറയും. ജ, ജി,
ജു ജീം. പിന്നെ ജബലുൻ ജിൽദുൻ ജുഹ്ദുൻ അജ്മലു. പിന്നെ അതിൽ 2 വാക്കുകളുണ്ട്, വലിയ വാക്കുകളുണ്ട്. ജബലുൻ ജമീലുൻ. പിന്നെയോ ജബലുൻ കബീറുൻ. ഇതിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അക്ഷരം ജീം. മനസ്സിലായല്ലോ? ജീം. ഇനി അടുത്ത പാഠത്തിൽ പറയുന്നത് ഏതാണ്? മരം അല്ലേ? ഷജറത്തുൻ. ഷജറത്തുൻ എന്താ വായിക്കുക? ഷജറത്തുൻ. ഷ ഷി ഷു ഷീൻ. ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് ഷീൻ. ഷീൻ. ഏതൊക്കെ വാക്കുകൾ പറയുന്നു? ഷജറത്തുൻ, ഷിറത്തുൻ, ശുബ്ഹത്തുൻ. ഇതിലൂടെ താ 2 വിഭാഗത്തിൽ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ താ 2 രീതിയിലാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. നോക്കിയാ താ രണ്ടും താ ഇങ്ങനെ താ 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 താ. മനസ്സിലായില്ലേ? അതിലൊരു വാക്കുണ്ട്, വലിയ വാക്ക്. ഷജറത്തുൻ മാഇലത്തുൻ. എന്താ വായിക്കുക? ഷജറത്തുൻ മാഇലത്തുൻ. ഒന്നുകൂടെ. ഷജറത്തുൻ മാഇലത്തുൻ. ഈ പാഠത്തിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന അക്ഷരം ഷീൻ. ഷീൻ. ഷാ എന്ന് പറയില്ല, ഷീൻ. മനസ്സിലായല്ലോ? ഷീൻ. ഷീൻ. അതേപോലെ തന്നെ താ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏതും താ അല്ലേ? 2 ഐറ്റം താ ഉണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. താ അതും പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അടുത്ത ഭാഗം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ് പഠിച്ചു. പിന്നെ ഏതാ പഠിച്ചത്? മീം പഠിച്ചു. അലിഫ് ഏതൊക്കെ പാഠത്തിലൂടെ വന്നു? അദബുൻ ഇബറുൻ ഉമ്മുൻ എന്ന പാഠത്തിൽ വന്നു. മീം മഹ്ദുൻ എന്ന പാഠത്തിൽ മീമിനെ പരിചയപ്പെട്ടു. ദൽവുൻ എന്ന പാഠത്തിൽ ദാൽ പരിചയപ്പെട്ടു. അപ്പോൾ ഏതൊക്കെ അക്ഷരങ്ങൾ നമുക്ക് നോക്കണേ? അലിഫ്, മീം, ദാൽ. പിന്നെ പറഞ്ഞതാ ബൈത്തുൻ എന്ന പാഠത്തിൽ ബ അല്ലേ? ബ ബ. പിന്നെ പറഞ്ഞത് ലാം. പിന്നെ പറഞ്ഞത് ഹാ. പിന്നെ പറഞ്ഞത് കാഫ്. പിന്നെ പറഞ്ഞത് സീൻ. പിന്നെ പറഞ്ഞതോ സീൻ കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ? ബാബുൻ. അത് അലിഫ് നീട്ടാനുള്ളതാണ്. നൂൻ. പിന്നെ പറഞ്ഞത് എന്താ? റാ. പിന്നെ പറഞ്ഞ അക്ഷരേതാ? വാവ്. പിന്നെ പറഞ്ഞ അക്ഷരേതാ? ത. പിന്നെ പറഞ്ഞ അക്ഷരേതാ? ജീം. ജ എന്ന് പറയില്ല, ജീം. പിന്നെ പറഞ്ഞ അക്ഷരേതാ? ഷീൻ. ഷീൻ. ഈ അക്ഷരങ്ങൾ, ഇത്രയും അക്ഷരങ്ങളാണ് ഇതുവരെ പറഞ്ഞു വെച്ചത്. ഇനി അടുത്തത് വേറൊരു ഭാഗത്തേക്ക് നമ്മളെ ശരീരത്തിലുള്ള നമ്മളെ അവയവങ്ങളെ കുറിച്ചുള്ള ചില അവയവങ്ങളെ പരിചയപ്പെടുത്തുന്ന പാഠമാണ് ഇനി വരുന്നത്. ചില അവയവങ്ങളെ പരിചയപ്പെടുത്തുക അല്ലേ? കൈ, കാല്, പല്ല്, ഇങ്ങനെയുള്ള അവയവങ്ങളെ പരിചയപ്പെടുത്തുന്ന ഭാഗമാണ് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഇപ്പോൾ 2 ഭാഗം നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോവില്ലേ? അടുത്ത ഭാഗത്തേക്ക് പോവില്ലേ? എത്തി. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് അല്ലേ അടുത്ത ഭാഗമാണ്. അതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പാട്ടുകൾ നമ്മൾ വേറെ മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ പാടിയിട്ടില്ല, പാടേണ്ട ആവശ്യമില്ല. അത് തന്നെ കാര്യമായിട്ട് നമുക്ക് പാഠങ്ങളാണ്. ഇതിൽ സിന്നുൻ ബൈള ബ ബ ബ എന്നുള്ള ആ ഭാഗം അല്ലേ? അൻഫുൻ അജ്വദു ജ ജ ജ സിന്നുൻ അൻഫുൻ ഐനും വയദുൻ ജിസ്മി അഹ്സനു മാ മാ മാ. അതാണ്. അതിലൂടെ ഫസ്റ്റ് ഭാഗത്തിൽ ആദ്യമായിട്ട് വരുന്ന പാഠമാണ് 19ാമത്തെ പാഠത്തിൽ യദുൻ. യദുൻ അതായത് ഇതാണ് യദുൻ എന്ന പാഠം. യദുൻ. ആ പാഠത്തിൽ പിന്നെ നമ്മളെ പരിചയപ്പെടുന്ന അക്ഷരം യാ. യാ. ഫത്ഹിട്ടാൽ യ, കസറിട്ടാൽ ഇ, ലൊമ്മിട്ടാൽ യു. അതിൽ വരുന്ന വാക്യങ്ങളാണ് നോക്കി. യദുൻ, കൈദുൻ, യുത്മുൻ, യൗമുൻ, വൈലുൻ, ആയിസുൻ. അത് മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ താഴെ 2 വാക്കുകൾ വലുതുണ്ട്, നോക്കിയാൽ യദുൻ യുംന. യദുൻ യുംന. അടുത്തത് യൗമുൻ ഷാഹിദുൻ. യൗമുൻ
ഷാഹിദുൻ. അടുത്ത പാഠത്തിൽ പറയുന്നത് പല്ല് സിൻ സിൻ അല്ലേ, സിന്നുൻ പറയും. സിന്നുൻ സിന്നുൻ. ഇതിൽ ഷദ്ദിനെ ശരിക്ക് പരിചയപ്പെടുത്താണ് ഇതിലൂടെ. സിന്നുൻ ഷദ് വായിക്കും. സിന്നുൻ സുന്നത്തുൻ മിന്നത്തുൻ അയ്യാമുൻ സത്താറുൻ ജബ്ബാറുൻ. അതായത് 2 അക്ഷരങ്ങൾ കൂടുമ്പോഴാണ് ഷദ് വരിക. 2 അക്ഷരങ്ങൾ മീം പ്ലസ് മീം, മീമിന്റെ മീതെ ഷദ്. മീം പ്ലസ് മനസ്സിലായല്ലോ? അങ്ങനെയാണ് വരിക. ഷദ് വരുന്നത് 2 അക്ഷരങ്ങൾ പ്ലസ് ആവുക കേട്ടോ. അതിൽ വലിയ വാക്കുണ്ട്. ഏതൊക്കെയാണ്? അയ്യാമും മുബാറകത്തുൻ. അവിടെ ഷദ് ശരിക്കും മനസ്സിലാക്കി. അയ്യാമും മുബാറകത്തുൻ സുന്നത്തുൻ ജയ്യിദത്തുൻ സുന്നത്തുൻ ജയ്യിദത്തുൻ. മനസ്സിലായല്ലോ? അപ്പോ യത് പറഞ്ഞു, സിന്ന് അല്ലെ, സിന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ട്? കാല്. അതിന് എന്താ പറയാ? പറയും റിജുലുൻ എന്ന് പറയും. റിജുലുൻ. അത് പിന്നെന്ത് വരുന്നുണ്ട്? പാഠത്തില് ചിത്രം കൊടുത്തിട്ടുള്ളൂ. റിജുല് വരുന്നുണ്ട് അല്ലേ? പിന്നെ അംഫ് വരുന്നുണ്ട്. റിജുലു അതിൽ വായിക്കാനുള്ള വാക്കുകൾ നോക്കിയാൽ മതി. 2 ആ ഭാഗത്തെ പാടല്ല, അതാ ഈ പാഠത്തിന്റെ പിന്നെ നമ്മൾ കളർ കൊടുക്കാനൊക്കെ ഉള്ള ഭാഗങ്ങളാണ് ഈ പാഠത്തിന്റെ. അതിൽ യദുൻ സിന്നുൻ. പിന്നെ അതിന്റെ താഴെയുണ്ട് റിജുലു റജുലിൻ റിജുലു റജുലിൻ യദുൻ യുസ്റ യദുൻ യുസ്റ സിന്നു റാഷിദിൻ സിന്നു റാഷിദിൻ. ഇനി പറയാനുള്ളത് ജീദുൻ എന്ന പാഠമാണ്. കസ്റൻ നീട്ടാൻ യാ ജി 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 കസ്റ ജി. അതിനോട് കൂടെ യാ ചേർത്ത് എഴുതിയപ്പോൾ ജി എന്ന് പറഞ്ഞു. ജീദുൻ. എന്താ വായിക്കുക? ജീദുൻ അല്ലേ? കഴുത്തിന് ജീദുൻ, കഴുത്തിന് ജീദുൻ എന്ന് പറയും. ജീദുൻ പറ. കീറുൻ സബീലുൻ നീലുൻ. അവിടെയൊക്കെ എന്താണ്? കസ്റാണ് അല്ലേ? കീ കി എന്നാണ്. അതിൻ്റെ കൂടെ യാ ചേർത്ത് ചെയ്തപ്പോൾ കീ എന്ന് വായിച്ചു. കീറുൻ. അതേപോലെ തന്നെ സബി ബ ബി. അതിൻ്റെ ഒപ്പം യാ ചേർത്ത് ചെയ്തപ്പോൾ ബി സബീലുൻ. പിന്നെ നീ കസ്റ് നീ അതിനോട് ചേർത്ത് അപ്പം കസ്റിനെ നീട്ടാൻ യാ ഉപയോഗിക്കും. അതാണ് ഇതിൽ പഠിക്കാനുള്ളത്. നീലുൻ കീ ബി നീ. ഇനി ഇതിൽ ഒറ്റട്ട് നിങ്ങൾക്ക് പിരിച്ചെഴുതാൻ അതിൻ്റെ താഴെ വരുന്നുണ്ട്. ദീവാൻ എങ്ങനെയാണെന്നുള്ളത്. ദീവാൻ അത് ഒറ്റട്ട് എഴുതൽ എങ്ങനെയാണ്? ദീവാൻ മേലെ നോക്കിയാൽ ദീവാൻ, അതിൻ്റെ താഴെ ഒറ്റട്ട് എഴുതും. അങ്ങനെ അതേപോലെ എല്ലാ വാക്കും ഒറ്റട്ട് എഴുതി പഠിക്കാം. ഇനി നമുക്ക് അടുത്ത പാഠത്തിൽ പറഞ്ഞു. ഇനി ഇവിടുന്ന് വലിയ വലിയ വാക്കുകൾ പരിചയപ്പെടുത്തുകയാണ്. അതെങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. നോക്കി ഇവിടെ നോക്കി. അകൽതു തംറാ ഇഷ്തറൈതു മിൻദീലാ റഅയ്തു മർകബൻ കബീറാ മറർതു ബിഅബിൻ കരീമിൻ കതബ്തു ബിമിർസമിൻ മുസ്വദ്ദിൻ തകല്ലംതു ബികലാമിൻ യസീരിൻ. വലിയ വാക്കുകളാണ്, നന്നായി വായിച്ച് പഠിക്കുക. പിന്നെ മർകബൻ എന്താ വായിക്കുക? മർകബൻ. കബീറൻ ബിമിർസമിൻ മുസ്വദ്ദുൻ ബികലാമിൻ കരീമിൻ. തൻവീനും പരിചയപ്പെടുത്തുന്നുണ്ട്, ഷദ്ദും പരിചയപ്പെടുത്തുന്നുണ്ട്. തൻവീൻ ഫത്തവും തൻവീൻ കസ്റും അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നമുക്ക് പിന്നെ ഉസ്താദ് വായിച്ചു തരാം. നിങ്ങൾ അതിൽ നോക്കി വായിച്ചാൽ മതി. അടുത്തത് അല്ലെങ്കിൽ ഇവിടെ കാണാം. ഞങ്ങൾ നോക്കി ദൽവുൻ അല്ലേ? നമ്മൾ ആദ്യം ഇവിടുന്ന് വായിക്കുക. താഴ്ന്ന് മേലേക്ക് ഇങ്ങനെ വായിച്ചു പോയി നോക്കുക. സിന്നുൻ നബത്തുൻ ഷജറത്തുൻ
റുഖ്നുൻ ലബിനുൻ ഹജ്മുൻ ജബലുൻ തംറുൻ ദൽവുൻ ബാബുൻ വർദുൻ യദുൻ. കണ്ടല്ലോ. ഇനി കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അടുത്തത് അതാണ്. ആ ചിത്രങ്ങളുടെ പേരുകൾ നിങ്ങൾ എഴുതണം. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനത്തെ കണ്ടില്ലേ എല്ലാ പാഠത്തിനെയും ഒന്നാമത്തത് എന്താണ് നോക്കി ഓരോരോ ചിത്രം ഇവിടെ വരുത്തും. അത് നിങ്ങൾ പറയണം അതിൻ്റെ പേര്. ഒന്ന്, അടുത്തത് ഇബറുൻ ബൈത്തുൻ ഹജ്മുൻ, പിന്നെ വർദുൻ, പിന്നെ കഅസുൻ, അടുത്തത് കൂബുൻ, അടുത്തത് ബാബുൻ, അടുത്തത് സിന്നുൻ, അടുത്തത് റുഖ്നുൻ, ലബിനുൻ, ദൽവുൻ, അടുത്തത് മഹ്ദുൻ, പറ്റേ ഷജറത്തുൻ, യദുൻ, സബബുൻ, തംറുൻ. ഷാറാണ് ഷാറാണ് ഷാറാണ്. ഇനി ഇതിലൊന്ന് വായിക്കാനുണ്ട്, കുറച്ച് വലിയ വാക്കുകൾ വായിക്കാനുണ്ട്. മക്കത്തു മൗലിദു റസൂലിന ആമിനത്തു ഉമ്മു നബിയിന ഹാഷിമുൻ ഉസ്റത്തു റസൂലിന റസൂലുന സിറാജും മുനീറുൻ നബിയുന ഷാഹിദുൻ ലനാ റബ്ബുന ദയ്യാനുൻ റബ്ബുന മന്നാനുൻ റബ്ബുന ജബ്ബാറുൻ. പിന്നെ അതിൻ്റെ അവസാനം അതേപോലെ തന്നെ വായിക്കാനുണ്ട്. ജലസ വാലിദുൻ അംറുൻ യസീറുൻ ശരിബ റാഷിദുൻ യൗമും മുബാറകുൻ കതബ ജവാദുൻ കിതാബുൻ ജദീദുൻ നാമത് വാലിദതുൻ ശറാബുൻ ബാരിദുൻ റകിബ യാസിറുൻ സയ്യാറത്തുൻ ജദീദത്തുൻ താബ ബഷീറുൻ ലൈലത്തും മുബാറകത്തുൻ. ഇത്രയും ഭാഗങ്ങളാണ് ഒന്നാമത്തെ തഫ്ഹീമിൽ പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക, വളരെ ഉഷാറായിട്ട് പഠിക്കുക. ഉസ്താദ് നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ, ഇതുവരെ പഠിച്ച എല്ലാത്തിൻ്റെയും ചിത്രം ഇതാ മാറി മാറി വരും. നിങ്ങൾ മനസ്സിലാക്കുക, നോക്കിക്കോളി, ചിത്രം മാറി മാറി വരുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒന്നാമത്തെ ബുക്കിൽ പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നന്നായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.